ഈ പ്രതലത്തിൽ ഒരുപക്ഷെ അപ്രസക്തമാണെങ്കിലും അങ്ങേക്ക് ഒരു വേള അസൗകര്യമാകുന്ന ഒരു ചോദ്യം ഉന്നയിക്കാൻ അനുവദിച്ചാലും, അതായത് അങ്ങ് മലയാള സിനിമ പശ്ചാത്തലത്തിൻ്റെ വികാസ പരിണാമങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോഴും അങ്ങ് പ്രവേശിച്ച കാലഘട്ടത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴും ശ്രീ മമ്മൂട്ടിയെയും മമ്മൂട്ടി അങ്ങനെ സംസാരിക്കുമ്പോൾ അങ്ങയെയും പരാമർശിക്കുന്നു. അത് അദ്ദേഹവും രേഖപ്പെടുത്തിയതുപോലെയുള്ള അടുത്ത സുഹൃത്ത് ബന്ധത്തിൻ്റെ അടയാള ധ്വനികളായി നമുക്ക് മനസ്സിലാക്കാം. ചോദ്യം ഇതാണ്: മമ്മൂട്ടിയോടൊപ്പം അങ്ങ് മറ്റുള്ള ആരെയെങ്കിലും പറയാത്തത് എന്താണ്? മോഹൻലാലിനോടൊപ്പം മമ്മൂട്ടി മറ്റുള്ള ആരെയെങ്കിലും എടുത്തു പറയാത്തത് എന്താണ് എന്നുള്ള ഒരു ചോദ്യം അസ്ഥാനത്താണെങ്കിൽ ക്ഷമിച്ചാലും. അല്ലല്ല, അങ്ങനെയല്ല, പെട്ടെന്ന് അങ്ങനെയാണല്ലോ പറയണ്ട. ഇപ്പോൾ നമ്മൾ പണ്ട് കാലഘട്ടങ്ങൾ അല്ലെങ്കിൽ പത്രങ്ങളൊക്കെ എഴുതുമ്പോൾ എങ്ങനെയായിരുന്നു? പ്രേം നസീർ സത്യൻ അല്ലേ, അല്ലെങ്കിൽ പ്രേം നസീർ മധു, എല്ലാം രണ്ട് പേരെ റിലേറ്റ് ചെയ്താണ് എഴുതുന്നത്. സോമൻ സുകുമാരൻ അല്ലേ, അല്ലെങ്കിൽ പ്രേം നസീർ സാർ ജയൻ. അപ്പോൾ അതുപോലെ ഒരുപാട് പേര് പറയുന്ന ഒരു പേരാണ് മമ്മൂട്ടി മോഹൻലാൽ. കാര്യം ഞങ്ങൾ വന്ന ഏതാണ്ട് ഒരേ കാലത്താണ് എന്ന് പറഞ്ഞാൽ പല സമയത്തായിരിക്കാം, പക്ഷേ സിനിമയുടെ ഒരുപാട് സിനിമ എനിക്കൊരു പക്ഷേ ഇതൊന്ന് വേറെ ഒരു ലാംഗ്വേജും കാണില്ല. ഞങ്ങൾ ഏതാണ്ട് 54 സിനിമകൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാവുന്നത് ആ സമയത്ത് വേറെ ആരും വന്നിട്ടില്ല. ഇപ്പോൾ ഞാൻ സോമേട്ടനെ എനിക്ക് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ ഞാൻ സുരേഷ് ഗോപി എന്ന് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ ഞാൻ മുകേഷ് എന്ന് പറയാൻ പറ്റില്ല. കാര്യം അപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യല്ല, ഒരു കമ്പാരിസൺ ഒരാളെ പറ്റി കമ്പയർ ചെയ്യാൻ പറ്റില്ലല്ലോ. എനിക്കിപ്പോൾ എന്നെ പോലെ വേറൊരാളെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അപ്പം പെട്ടെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് വന്നേ ഉള്ളൂ. തീർച്ചയായും അത്രേ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അടുത്ത സുഹൃത്ത് ബന്ധത്തെക്കുറിച്ച്, അച്ഛനായും മകനായും ഒരു ചിത്രത്തിൽ, പടയോട്ടത്തിലാണോ? അതെ. അതുപോലെ തന്നെ സഹോദരന്മാരായിട്ട് ജ്യേഷ്ഠനും അനുജനുമായി അഭിനയിച്ചിട്ടുണ്ട്, ശത്രുക്കളായും അഭിനയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ അങ്ങയുടെ വളരെ സുവിദിതമായ സൗഹാർദ്ദശീലങ്ങളെക്കുറിച്ച് അഭിനന്ദിച്ചുകൊണ്ട് പറയുന്ന കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, വളരെ അടുത്ത സുഹൃത്തുക്കൾക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു സന്നദ്ധത ശ്രീ മോഹൻലാലിനുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് പലപ്പോഴും ചില കുരുക്കുകളും പറ്റിയിട്ടുണ്ട്, ചില ചതികളും പറ്റിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണെങ്കിൽ അതൊരു നല്ല ക്വാളിറ്റിയായി ഞാൻ പറയില്ല എന്ന് പറയുന്നുണ്ട്. എങ്ങനെ പ്രതികരിക്കും ആ ഒരു നിരീക്ഷണത്തോട്? ഇപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഫിലോസഫി ആയിരിക്കാം അല്ലേ. ഇപ്പോൾ എനിക്കങ്ങനെ എൻ്റെ ഒരു സുഹൃത്ത് എന്നെ പറ്റിച്ചു എന്ന് പറഞ്ഞാൽ എനിക്കതിൽ വേറെ കുഴപ്പമൊന്നുമില്ല. പറ്റിക്കപ്പെടുക എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നതനുസരിച്ച് അല്ലേ. പലപ്പോഴും നമ്മളുടെ സമ്മതത്തോടു കൂടിയാണ് ഒരാൾ നമ്മളെ പറ്റിക്കുന്നു എന്നുള്ള ആ വാക്ക്. പിന്നെ എൻ്റെ വിശ്വാസത്തിൽ അപ്പം അങ്ങ് എൻ്റെ സുഹൃത്താണ് എന്ന് ഞാൻ പറയണമെങ്കിൽ അങ്ങയുടെ എല്ലാ ക്വാളിറ്റീസും ഞാൻ അക്സെപ്റ്റ് ചെയ്യണമെന്നാണ്. അല്ല കുറച്ച് കൊള്ളാം, കുറച്ച് കൊള്ളില്ല, പിന്നെ എന്ത് സൗഹൃദമാണ്? പിന്നെ ഇതും നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ ആരോപിക്കപ്പെട്ടതാണ്. പിന്നെ ഈ മലയാള സിനിമ എന്ന് പറയുന്നതൊക്കെ വളരെ കുറച്ച് കാലമായിട്ടേ ഉള്ളൂ ഒരു സിസ്റ്റമായിട്ട് വരുന്നത്. പണ്ട് എത്രയോ സിനിമകൾ നമ്മൾ അഭിനയിക്കും, നമുക്ക് പൈസ കിട്ടാറില്ല. പൈസ കിട്ടാറെന്ന് പറഞ്ഞാൽ മോശമായിട്ട് കാര്യമല്ല, പക്ഷേ ദി ആർ ഓൾ പെർഫോമൻസ്. നമ്മൾ ചെയ്യുന്ന ജോലി അത് കിട്ടാറില്ലായിരുന്നു. പണ്ട് ചെക്കുകൾ മടങ്ങുക. ഇപ്പം അതിൻ്റെ സിസ്റ്റമൊക്കെ മാറി മാറി വരുന്ന സമയമാണ് ഇല്ലേ. ഇപ്പോൾ ഞാൻ വേറെ കാര്യം, ഞാൻ എൻ്റെ ഒരു സുഹൃത്തിന് വേണ്ടി ഒരു നല്ല കാര്യം അയാൾക്ക് രക്ഷപ്പെടാനായിട്ട്, അങ്ങനെയാണല്ലോ എന്നെ ഒന്ന് ഞാനിപ്പോൾ രക്ഷപ്പെടുന്ന ഒരാളായിട്ട് മാറാമെങ്കിൽ അത് ചെയ്തു കൊടുക്കുന്നതുകൊണ്ട് എന്താ കുഴപ്പം? ഇപ്പം നമ്മൾ എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ട് ചെയ്യുമ്പോൾ ആണ് അതിലൊരു കുഴപ്പം വരുന്നത്. അപ്പോൾ അത് എൻ്റെ സിസ്റ്റമിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു ഫിലോസഫിയാണ്. അതൊരു പക്ഷേ അദ്ദേഹത്തിന് ചിലപ്പം അത് നന്നായിട്ട് തോന്നിയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. പക്ഷേ എനിക്ക് ഇനി അതിൽ നിന്ന് മാറാൻ പറ്റില്ല എന്ന് പറഞ്ഞ് തീർച്ചയായിട്ടും ഇത്തരം പല ആൾക്കാർ പറഞ്ഞതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിച്ചു, അത് വേണമെങ്കിൽ പറയാം. പക്ഷെ അതൊന്നും പിന്നെ ഒരു ഭയങ്കര സിസ്റ്റമാറ്റിക്കായിട്ട് ജീവിക്കുന്ന ഒരാളല്ല ഞാൻ. ഇത് ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ ആകും അല്ലേ, അല്ലെങ്കിൽ ഞാനൊരു പ്രീ പ്ലാൻഡ് ആയിട്ട് ചെയ്യുന്ന ഒരാളല്ല. ഇപ്പം ഞാനിപ്പോൾ അങ്ങയുടെ മുമ്പിൽ വന്നിരിക്കുമ്പോൾ അങ്ങ് ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങൾ എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ എങ്ങനെയാണ് പ്രീ പ്ലാൻഡ് ആയിട്ട് വന്നിരിക്കുന്നത്? അപ്പോൾ ഇതുപോലെയാണ് അത്. ഞാൻ സ്പോണ്ടേനിയസ് ആയിട്ട് ഒഴുകി നടക്കുന്ന ഒരാളാണ്. അപ്പോൾ ആ സിസ്റ്റമിൽ അങ്ങനെ പൊക്കോട്ടെ. ഞാൻ ഏതാണ്ട് ജീവിതത്തിൻ്റെ പകുതിയൊക്കെ കഴിഞ്ഞു. ഇനി എന്താണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത്? ഇപ്പം ഇനി ഉള്ളത്, ഇപ്പോൾ പണ്ട് ഒരു വാക്കുണ്ട് കുട്ടനാട്, എങ്ങനെയുണ്ട് ജീവിതം, ഇങ്ങനെ അടിച്ചടിച്ച് പോകുന്നു എന്ന് പറയില്ലേ, ആ വെള്ളം ഇങ്ങനെ വന്ന് തട്ടുന്നതിലായിരിക്കാം. അത്തരത്തിൽ മുന്നോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ അഭിനയത്തിൻ്റെ സുവർണ്ണ ജൂബിലിയുടെ ഘട്ടത്തിലായാലും 30 വർഷം പിന്നിട്ട ഘട്ടത്തിലായാലും അങ്ങയോടൊപ്പം വിവിധ ചിത്രങ്ങളിൽ അഭിനയിച്ച നായികമാരും നടന്മാരുമൊക്കെ അങ്ങയുടെ
ഓർമ്മകൾ അങ്ങുമായുള്ള അവരുടെ പ്രവർത്തനത്തിൻ്റെ ഓർമ്മകളായി പറക്കിയത് പലപ്പോഴും വായിക്കാനിടയായിട്ടുണ്ട്. ആ കൂട്ടത്തിൽ സുമലത ഹൃദയസ്പൃക്കായ ഒരു കാര്യം എടുത്തു പറയുന്നതായി ഒരിടത്ത് വായിച്ചു. അതായത് അങ്ങ് ഒരു ചിത്രീകരണ വേളയിൽ അവിടെ ഒരു 5-6 മാസം മാത്രം പ്രായമായ ഒരു കുട്ടിയെ വെയിലത്ത് നിർത്തുന്നത് കണ്ട് പ്രൊഡക്ഷൻ മാനേജരോട് കുപിതനായി സംസാരിക്കുകയും പിന്നീട് ഒരു തണലത്ത് ആ കുഞ്ഞിനെ മടിയിലിരുത്തി ലാളിക്കുകയും ചെയ്ത ചിത്രമാണ് ഏത് അഭിനയ മുഹൂർത്തങ്ങളെക്കാളും എനിക്ക് മോഹൻലാലിനെ കുറിച്ച് ഓർക്കുമ്പോൾ തോന്നുന്നത് എന്ന് സുമലത പറഞ്ഞു. ഇത്തരം കാര്യങ്ങളിൽ അങ്ങ് പ്രകടിപ്പിക്കുന്ന ഈ സ്നേഹമയത്വം അല്ലെങ്കിൽ ഈ വാത്സല്യപരത ഇതൊക്കെ ഏത് ധാരകളിൽ നിന്നാണ് അങ്ങയിലേക്ക് കടന്നു വന്നത്? നമ്മുടെ ഇപ്പോൾ അവർ ഇങ്ങനൊരു പറഞ്ഞപ്പോഴാണ് ഞാൻ അതിനെക്കുറിച്ച് അറിയുന്നത്. എനിക്ക് ഓർമ്മ പോലും ഇല്ല. പിന്നെ ഇതൊരു ഈ ഞാൻ പറയുന്നത് ഒരു ക്വാളിറ്റി ഓഫ് സോൾ എന്ന് പറയുന്നത് എവിടെ നിന്ന് വന്നു എന്നുള്ളതല്ല. ഇപ്പം ഞാൻ പറയട്ടെ, നമ്മൾ ജനിച്ചു, പിന്നെ ഇത്ര വയസ്സായ എല്ലാ ദിവസവും നിങ്ങൾ റിഫൈൻ ചെയ്ത് വരിക എന്നല്ലേ. പിന്നെ ഒരാളെ അത്തരം കാര്യങ്ങളിൽ സഹായിക്കുക അല്ലെങ്കിൽ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവരെയും സ്നേഹിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ എല്ലാവരെയും സഹായിക്കാൻ ആഗ്രഹമുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അവിടെ കുറച്ച് പേരിക്കാണ് എന്നെ ഒരു സഹായം അഭ്യർത്ഥിച്ച് എപ്പോഴും എനിക്ക് പറ്റുന്നതാണ്. പക്ഷെ ഞാൻ പറയും എനിക്കറിയില്ല ഇവർ സത്യമാണോ പറയുന്നത് കള്ളമാണോ പറയുന്നത്. അപ്പം ഞാൻ പറയും എനിക്കറിയാവുന്ന ഒരാളെ എനിക്ക് സഹായിക്കാം, അതിന് പരിമിതികളുണ്ട്. ഇതൊക്കെ തീർച്ചയായിട്ടും സഹായിക്കും. നമുക്കൊരു വയസ്സായ ഒരാളിരിക്കുന്ന സമയത്ത് അയാൾക്ക് വെള്ളം കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ഷെയ്ഡിലേക്ക് ഇരുത്തുക എന്ന് പറയുന്നത് അറിയാതെ സംഭവിക്കുന്ന മനസ്സിലൊരു സ്നേഹത്തിനാണ്. ഇത് എവിടെ നിന്ന് സംഭവിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് തന്നെ ആയിരിക്കാം, അല്ലേ? ഞാൻ പലപ്പോഴും പറയുന്നുണ്ട്, ഞാൻ എന്നെ പറ്റി പറയാം, നമ്മളൊക്കെ അവരുടെ ഒരു സ്നേഹത്തിൻ്റെ ഒരു ഓറയ്ക്കുള്ളിൽ കിടന്നാണ് വളർന്നിരിക്കുന്നത്. അപ്പം അമ്മ അല്ലേ, അവരുടെയൊക്കെ ഒരു സ്നേഹത്തിലാണ്. അപ്പോൾ അതിൻ്റെ ഒരു തീർച്ചയായിട്ടും അങ്ങനെ പറയുമ്പോൾ ഈയിടെ അങ്ങയുടെ വെബ്സൈറ്റിൽ അതിമനോഹരമായ ഒരു ബാല്യകാല ചിത്രം കണ്ടു. അമ്മ വാതിൽ പാളിയിൽ അങ്ങനെ ചാരി നിൽക്കുന്നു. അമ്മൂമ്മയുടെ അടുത്ത് അക്കാലത്തെ മലയാള സിനിമയിലെ കൗമാര പ്രണയത്തിലെ നായക രൂപം പോലെ മോഹൻലാൽ ഇരിക്കുന്നു അമ്മൂമ്മയോടൊപ്പം. യഥാർത്ഥത്തിൽ ആ കുട്ടിക്കാലത്തെ ഈ ഗൃഹാനുഭവങ്ങൾ അത് പിൽക്കാലത്ത് അങ്ങയുടെ ആ ഒരു കഥാപാത്രങ്ങളെ ഒക്കെ കൈകാര്യം ചെയ്യുന്ന വേളയിൽ സ്നേഹത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും ഒരുപാട് കഥാപാത്രങ്ങൾ അങ്ങ് അവതരിപ്പിച്ചിട്ടുണ്ടോ? ഇതിൻ്റെയൊക്കെ ആദ്യ ബീജങ്ങൾ എന്ന രീതിയിൽ അത്തരം കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഞാൻ കോളേജ് മെമ്മറി ബാങ്ക് എന്നായിരിക്കും പറയുന്നത്, അല്ല അവിടെ ഉണ്ടാകും. അവിടെ നിന്ന് അറിയാതെ വരുന്നതായിരിക്കാം. ഇപ്പോൾ അതാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ നമ്മളൊരു സിനിമയിൽ ഇപ്പോൾ കവിയൂർ പൊന്നമ്മയായാലും അല്ലെങ്കിൽ സുമാരി അമ്മയെന്ന് വിളിക്കുമ്പോൾ ഞാൻ ആ നിമിഷം ഞാൻ എൻ്റെ അമ്മയാണ് കാണുന്നത്. അതാണ് ഒരു മാജിക് ഇഫ് എന്ന് പറയും. ഇഫ് ഐ വെയർ ഇൻ ദാറ്റ് പൊസിഷൻ ഹൗ വിൽ ഐ റിയാക്ട്. അതാണ് ഒരു റിയാക്ട് ചെയ്യുന്നത്. ഞാനാണ് എന്ന് ഞാൻ വിശ്വസിച്ചു, ഇതെൻ്റെ അമ്മയാണെന്ന് വിശ്വസിക്കാൻ സാധിക്കുക എന്ന് പറയുന്നതാണ് ഭാഗ്യം. ഏറ്റവും സമീപകാലത്തെ 2 ചിത്രങ്ങളെക്കുറിച്ച്, ഒന്ന് സ്പിരിറ്റ് എന്നുള്ളതാണ്. അതിൽ അങ്ങ് ചില സാമൂഹ്യ സന്ദേശങ്ങൾ നൽകുന്ന ഒരു ദൗത്യം നിറവേറ്റുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നിരവധി ചിത്രങ്ങൾ അങ്ങ് മുൻകാലങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു അവസ്ഥയിൽ സ്പിരിറ്റിൽ അങ്ങ് നടത്തുന്ന ആ ദൗത്യത്തെ ആളുകൾ എടുത്തു പറയാൻ എന്തായിരിക്കും കാരണം ശ്രീ മോഹൻലാൽ? അതിപ്പോൾ ഒരു മേക്ക് ബിലീഫ് എന്ന് പറയുന്നതിൻ്റെ കാര്യമായിട്ടായിരിക്കും. പിന്നെ നമ്മുടെ സൊസൈറ്റിക്ക് ഏറ്റവും കുഴപ്പമായി മാറിയൊരു കാര്യമായിരിക്കാം. പിന്നെ ഇത് എല്ലാവരും എഴുതുകയൊക്കെ ചെയ്യുന്നില്ല. ഏറ്റവും കൂടുതൽ മദ്യം ചിലവാകുന്ന സ്റ്റേറ്റാണ് കേരളം. പക്ഷേ കേരളം ചെറിയ സ്റ്റേറ്റാണ്, തമിഴ്നാട് അതിലും വലിയ സ്റ്റേറ്റാണ്. പക്ഷേ ഈ ചെറിയൊരു സ്റ്റേറ്റിൽ നിന്ന് ഇത്രയും പേര് കഴിക്കുകയും ഒരുപാട് കുഴപ്പങ്ങൾ ഉണ്ടാകുന്നത് തടയാനായിട്ടാണ്. പക്ഷേ ഒരിക്കലും മദ്യപിക്കരുതെന്നല്ല നമ്മൾ ആ സിനിമയിലൂടെ പറയുന്നത്. അതൊരു ആൽക്കഹോളിസം എന്ന് പറയുന്ന ഒരു രോഗമാണ്. അതിനെ നിങ്ങൾ തിരിച്ചറിയുക. യു ആർ ദ ഡിസൈഡിങ് ഫാക്ടർ ഓഫ് യുവർ ലൈഫ്. നിങ്ങൾ ചിന്തിക്കുക എന്നുള്ളത്, അങ്ങനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ല ചെയ്യരുതെന്ന് പറഞ്ഞാൽ എപ്പോഴും ചെയ്യാനാണ് കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടം. നിങ്ങൾക്ക് തോന്നണം, അല്ലേ? നിങ്ങളൊന്ന് ചിന്തിക്കൂ, ഇത് ചെയ്യുന്നത് ശരിയാണോ? അങ്ങനെയാണ് പറയുന്നത്. നമ്മൾ പല കാര്യങ്ങളും ഇത് നമുക്ക് വേണ്ടിയാണോ എന്ന് ചോദിച്ചാൽ നമ്മൾ ചെയ്യാറില്ല, ഒരുപാട് കാര്യങ്ങൾ. അതുപോലെ കർമ്മയോധയിലും അങ്ങ് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനാണ്. പക്ഷേ അങ്ങയുടെ ഒരു വ്യത്യസ്ത മാനത്തിലുള്ള ഒരു ആക്ഷൻ ഹീറോ എന്നുള്ള രീതിയിൽ അങ്ങ് അതിൽ വരുന്നു. ചെറുപ്പക്കാർക്ക്, യുവജനങ്ങൾക്ക്, പൊതുവെ ജനസാമാന്യത്തിന് നൽകുന്ന ധർമ്മനീതികളുടെ സന്ദേശം
അങ്ങയുടെ മിക്ക കഥാപാത്രങ്ങളുടെയും ഒരു ദൗത്യമായി ഓർമ്മിക്കുന്നു. പക്ഷേ കർമ്മയോദ്ധയിൽ അങ്ങ് അതിനൊരു പുതിയ മാനം നൽകുന്നതായി. അതായത് വളരെ അത് ആ സിനിമയിൽ പറയുന്നുണ്ട്, ഏതാണ്ട് 500ഓളം അല്ലെങ്കിൽ 600ഓളം കുട്ടികളാണ് ഒരുപക്ഷെ കേരളത്തിൽ നിന്ന് എല്ലാ വർഷവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തരം ഇമെയിലുകൾ, ടെലിഫോണുകൾ, കുട്ടികൾ മാത്രമല്ല വിവാഹിതരായ സ്ത്രീകളുമൊക്കെ, അവരൊക്കെ എന്ത് സംഭവിക്കുന്നു നമുക്കറിയുന്നില്ല. ഒരുപക്ഷെ അവർക്ക് തിരിച്ചു വരാൻ പറ്റാത്ത തരത്തിലേക്കാണ് പോകുന്നത്. പിന്നെ എല്ലാ ദിവസവും നിങ്ങൾക്ക് പേപ്പറിൽ കാണാം, അവിടെ കൊണ്ടുപോയി പറ്റിച്ചു, ഇവിടെ കൊണ്ടുപോയി പറ്റിച്ചു, ഒരുപാട് കാര്യങ്ങൾ കാണാം. നമുക്ക് നേരത്തെ അങ്ങ് ചോദിച്ച പോലെ എന്തുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്നു, അല്ലെ പറയാൻ പാടില്ലേ? ഇങ്ങനെ ഇത്തരം സിനിമകളിലൂടെ നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ ആ സിനിമ റിലീസായ സമയത്ത് ഏറ്റവും കൂടുതൽ ഇന്ത്യ മുഴുവൻ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ എല്ലാ ദിവസവും നമുക്ക് ഇപ്പം നമ്മൾ ഇവിടുത്തെ ചില കാര്യങ്ങളെ അറിയുന്നുള്ളൂ, അറിയാതെ എത്രയോ കാര്യങ്ങളാണ്. എനിക്ക് തോന്നുന്നത് ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ ഇതിൻ്റെ ശിക്ഷ എന്ന് പറയുന്നത് ഏറ്റവും ഭയങ്കര. ഇവിടെ അല്ല, അങ്ങനെയല്ല. 35-50 വർഷമൊക്കെ ശിക്ഷിച്ച കേസുകളുണ്ട്. ഒന്നാമത് എസ്പെഷ്യലി ഈ ചെറിയ കുട്ടികളില്ല. അതിനുള്ള വീണ്ടും ഞാൻ പറയുന്നത്, പേടിപ്പിച്ച് അങ്ങനെ പറ്റുള്ളൂ. ഒരു ലോ എന്ന് പറയുന്ന സാധനം, ഇവർക്ക് വേണ്ടി വാദിക്കാൻ ആൾക്കാർ വരിക, അതൊക്കെ വളരെ വിചിത്രമായിട്ട് തോന്നുന്നു അല്ലേ? അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ആൾക്കാർ വരിക, അവരെ എങ്ങനെ വെളിയിൽ കൊണ്ടുവരിക എന്ന് പറയുക. ഇത്തരം കേസുകൾ 10-14 വർഷം നീട്ടിക്കൊണ്ടുള്ള അതൊക്കെ ഒന്നും പാടില്ല. അപ്പോൾ ഒരാളെ പേടിപ്പിക്കുക എന്നുള്ള, ഇപ്പോൾ തമിഴ്നാടെന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പണ്ട് കാലങ്ങളിൽ, ഇപ്പോൾ പറയേണ്ട കാര്യമില്ലും, ഒരുപാട് ഗുണ്ടകളെ വെടിവെച്ച് വന്നു പോലീസ്. അതിനുശേഷം അവിടെ ഒരുപാട് സിറ്റി ക്ലീനായി. ന്യൂയോർക്ക് എന്ന് പറയുന്ന സ്ഥലം ലോകത്തിലെ ഏറ്റവും മോശമായ സ്ഥലമായിരുന്നു. ഇന്ന് ഏറ്റവും നന്നായിട്ട് ജീവിക്കാവുന്നൊരു സ്ഥലമാണ് ന്യൂയോർക്ക്. ഞാൻ 2 ന്യൂയോർക്കും കണ്ടിട്ടുണ്ട്. ഞാൻ ഏതാണ്ട് 82-ൽ ഞാൻ അവിടെ ഷൂട്ട് ചെയ്യാൻ പോകുമ്പം നമുക്ക് റോഡിൽ നടക്കാൻ പേടിയാണ്. 42nd സ്ട്രീറ്റ്, മറ്റേ സ്ട്രീറ്റ്, അങ്ങനെയൊക്കെ ഉള്ളത്. ഇപ്പോൾ ഒരു ഗവർണർ വന്ന് അവർ അതിനെ ക്ലിയറാക്കി. അതുകൊണ്ട് പറ്റാത്ത കാര്യങ്ങളല്ല, അതിന് വേണ്ടി ഒരു വിഷനുള്ള ആൾക്കാർ വരണം, ഒരു വിഷനറി വരണം. ഇത്തരം കാര്യങ്ങൾ സിനിമയിലൂടെ നമ്മൾ പറഞ്ഞു, ആ സിനിമ കഴിഞ്ഞു, എൻ്റെ ജോലി, എൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞു. പക്ഷെ അത് എങ്ങനെയാണ് നിങ്ങൾ സിനിമയിലെ അല്ലെങ്കിൽ അതിൽ നിന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതൊരു സിനിമയായിട്ട് കണ്ടിട്ട് ആ സീൻ കൊള്ളില്ല, അതിൽ കുറച്ച് ലാഗുണ്ട്, അങ്ങനെയല്ലല്ലോ പറയേണ്ട. അതിൽ നമ്മൾ പറയാൻ ശ്രമിച്ച കാര്യം എന്താണെന്ന് പലരും മനസ്സിലാക്കുന്നില്ല. അതാണ് പല സിനിമയ്ക്കും പറ്റുന്ന കുഴപ്പങ്ങൾ.